ഓക്കെ മക്കളെ, നമ്മൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന സമയത്ത് ശ്രദ്ധിക്കൂ, ക്വസ്റ്റ്യൻ വരുന്നു. യെസ്, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ആണ് ചാപ്റ്റർ. അത് കൂടാതെ തന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ, അതിലൊരു സംഭവം കൂടിയുണ്ട്, ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈനും കൂടി മിക്സ് ചെയ്തിട്ടാണ്. സ്ട്രെയിറ്റ് ലൈനിലെ കൺസെപ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം ദ ലൈൻ എന്ന് പറയുന്ന സംഭവം കൂടിയുണ്ട്. ഓക്കെ, അപ്പോൾ അതിലൊന്നുമില്ല, ആൽഫ ബീറ്റ കണ്ടുപിടിക്കുക. ആൽഫ ബീറ്റയിൽ നിന്ന് ആ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, ശ്രദ്ധിക്കുക, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഇതുണ്ട്, എക്സ് സ്ക്വയർ മൈനസ് 1 എക്സ് സ്ക്വയർ മോഡ് എക്സ് സ്ക്വയർ മൈനസ് എ എക്സ് പ്ലസ് 2 പ്ലസ് കോസ് എക്സ് എന്ന് പറയുന്ന ഒരു കർവ് നമുക്ക് തന്നിട്ടുണ്ട്. ബി നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് ദ പോയിന്റ്, അറ്റ് ദ 2 പോയിന്റ്സ്. ഒരു പോയിന്റ് ആൽഫ, ആ ആൽഫ 2 ആണ്, രണ്ടാമത്തെ പോയിന്റ് ബീറ്റ. അപ്പം ഇത് 2 പോയിന്റിലാണ് ഡിഫറൻഷ്യബിൾ അല്ലാത്തത്, ഒന്ന് 2ഉം മറ്റേത് ബീറ്റയുമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൽഫ ബീറ്റ ആൽഫ 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കറിയാവുന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഈ ഫസ്റ്റ് ടേം പ്ലസ് സെക്കൻഡ്, ഫസ്റ്റ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ആണ് ഉള്ളത്. ഇതിൽ ഈ കോസ് മോഡെക്സ് എന്ന് പറയുന്നത് എന്താണ്? ഡിഫറൻഷ്യബിൾ എവരിവേർ ആണ് കോസ് മോഡെക്സ്. കോസ് മോഡെക്സ് എന്ന് പറയുന്ന സമയത്ത് കോസ് എക്സിന്റെ ഗ്രാഫ് വരയ്ക്കുന്നത് പോലെ കോസ് മോഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അതിൻ്റെ എന്ത് വന്നു? ഗ്രാഫ് വന്നു. അപ്പോൾ സോറി, ഇതിൻ്റെ ഗ്രാഫ് വരുന്ന സമയത്ത് ഡിഫറൻഷ്യബിൾ എവരിവേർ എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ എന്താണ്? ഷാർപ്പ് എഡ്ജ് ഇല്ലാതെ അത് എന്ത് ചെയ്യാൻ പറ്റും? വരയ്ക്കാൻ പറ്റുന്നതാണ് കോസ് മോഡെക്സ്. അപ്പോൾ കോസ് മോഡെക്സ് എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ ഇത് ഡിഫറൻഷ്യബിൾ എവരിവേർ ആണ്. ഈ കോസ് മോഡെക്സ് ഡിഫറൻഷ്യബിൾ ആണ് എന്നതായിട്ട് നമുക്ക് മനസ്സിലായി. ഓക്കെ, അത് മനസ്സിലായി കഴിഞ്ഞിട്ട് വെച്ചാൽ ആദ്യത്തെ ടേം എക്സ് സ്ക്വയർ മൈനസ് 1 ഇൻറ്റു മോഡ് എക്സ് സ്ക്വയർ മൈനസ് എ എക്സ് പ്ലസ് ബി. അപ്പോൾ ഈ മോഡ് ഫംഗ്ഷൻ വന്നിട്ട് വെച്ചാൽ മോഡ് എക്സ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയാലോ. കാരണം 0യിലാണ് അതിൻ്റെ ഷാർപ്പ് എഡ്ജ് വരുന്നത്. ഷാർപ്പ് എഡ്ജിൽ എന്തല്ല? ഡിഫറൻഷ്യബിൾ അല്ല എന്നുള്ള കാര്യം നമുക്കറിയാലോ. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ മോഡ് എക്സ് സ്ക്വയർ മൈനസ് എ എക്സ് പ്ലസ് 2 ഡിഫറൻഷ്യബിൾ അല്ലാത്ത പോയിന്റുകൾ നോക്കണമെങ്കിൽ ഈ എക്സ് സ്ക്വയർ മൈനസ് എ എക്സ് പ്ലസ് 2 എന്ന് പറയുന്നത് നമ്മൾ 0യിനോട് ഇക്വേറ്റ് ചെയ്യുകയല്ലേ ചെയ്യുക, അല്ലേ? അപ്പോൾ ഈ എക്സ് സ്ക്വയർ മൈനസ് എ എക്സ് പ്ലസ് 2 0നോട് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അത് ഡിഫറൻഷ്യബിൾ അല്ലാത്ത ഒരു പോയിന്റ് 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ എക്സിൻ്റെ വാല്യൂ കിട്ടുന്നത്, അല്ലേ, ഇതിൻ്റെ ഈ ഒരു ക്വാഡ്രാറ്റിക്കിൻ്റെ 1 എന്ന് പറയുന്നത് ആൽഫ ആയിരിക്കണം. ആ ആൽഫ എന്താണ്? 2 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലേ? അപ്പം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഡിഫറൻഷ്യബിൾ അല്ലാത്ത ഒരു പോയിന്റ് 2 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മോഡിൻ്റെ ഉള്ളിലുള്ള സാധനം നമ്മൾ എന്ത് ചെയ്തു? 0നോട് ഇക്വേറ്റ് ചെയ്തു. ആ പോയിന്റുകളിലേക്കെയാണ് എന്തല്ലാത്തത്? ഡിഫറൻഷ്യബിൾ അല്ലാത്തത് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് എഴുതി? 4 2 സ്ക്വയർ 4 മൈനസ് 2a പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0. കാരണം 2 അതിൻ്റെ റൂട്ടാണല്ലോ. അപ്പോൾ 6 ഈക്വൽ ടു എന്താണ്? 2a എന്ന് വന്നല്ലോ. അപ്പം നമുക്ക് a ഈസ് ഈക്വൽ ടു എന്ത് വന്നു? 3 എന്ന് വന്നല്ലോ. a 3 ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ക്വാഡ്രാറ്റിക് ബിക്കം എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2 ഈസ് ഈക്വൽ ടു 0 എന്നാണല്ലോ. അപ്പം ഇത് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഈസ് ഈക്വൽ ടു 0 എന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 1ഉം എക്സ് ഇസ് ഈക്വൽ ടു 2ഉമാണല്ലോ. ഈ 2 ആണ് ആൽഫ എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് തന്നിരിക്കുന്നത്. അടുത്തത് എന്താണ്? 1 ആണ്. 1 എന്ന് പറയുന്ന സമയത്ത് ബീറ്റ എന്ന് പറയുന്ന പോയിന്റാണ്. പക്ഷേ ഈ മോഡ് എക്സ് സ്ക്വയർ മൈനസ് എ എക്സ് പ്ലസ് 2 എന്ന് പറയുന്നത് ഇത് എന്തല്ല? നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു 1. അതിനൊരു സംശയവുമില്ല, നോട്ട് ഡിഫറൻഷ്യബിൾ ആണ് അറ്റ് എക്സ് ഈക്വൽ ടു 1. 1ൽ അത് ഡിഫറൻഷ്യബിൾ അല്ല. മോഡ് എക്സ് സ്ക്വയർ മൈനസ് എ എക്സ് പ്ലസ് 2 എന്ന് പറയുന്നത് 1ൽ എന്തല്ല? ഡിഫറൻഷ്യബിൾ അല്ല. പക്ഷേ അവിടെ അതിനോട് ചേർന്നുകൊണ്ട് എന്തുണ്ട്? ഒരു എക്സ് സ്ക്വയർ മൈനസ് 1 ഉണ്ട്. അപ്പം ഇവിടെ ഈ എക്സിന് 1 കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടേം മൊത്തത്തിൽ എന്തായി പോകും? 0 ആയി പോകും.
അല്ലേ? ആ ടേം മൊത്തത്തിൽ എന്തായി പോവും? 0 ആയി പോവും. ആ ടേം മൊത്തത്തിൽ 0 ആയി പോയി കഴിഞ്ഞാൽ പിന്നെ നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, അത് 0 ആയി പോയി. പിന്നെ അവിടെ കോസ് മോഡ് എക്സ് എന്ന് മാത്രമേ ഉള്ളൂ. കോസ് മോഡ് എക്സ് എന്താണ്? ഡിഫറൻഷ്യബിൾ എവരിവേറുമാണ്. അപ്പം ഇതിൽ അവിടെ അതിനോട് x²-1 ഉള്ളത് കൊണ്ട് അത് 1ൽ ഡിഫറൻഷ്യബിൾ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റൂല. അപ്പം ഈ ശരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത് ബീറ്റ =1 ആണ്. പക്ഷെ നമ്മളോട് ഇതിവിടെ ക്വസ്റ്റ്യനിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ബീറ്റയിലും ഡിഫറൻഷ്യബിൾ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ബീറ്റയിൽ അത് എന്താണ്? 1ൽ ഡിഫറൻഷ്യബിൾ അല്ല എന്ന്. ബീറ്റ എന്ന് പറയുന്നത് 1 ആണ് കിട്ടിയത്. 1ൽ ഡിഫറൻഷ്യബിൾ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റൂല. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്തോ ഒരു എററായിരിക്കാം സംഭവം വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബോണസ് മാർക്കായിട്ടോ എന്തെങ്കിലും നമുക്കത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ആണോ നമ്മൾ എടുത്തതിൽ എന്നുള്ള കാര്യവും അറിയില്ല സംഭവം. ഇതാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള കൺസെപ്റ്റ്. ഇങ്ങനെയാണ് എപ്പോഴും മോഡിൻ്റെ ഉള്ളിൽ ഉള്ളത് നമ്മൾ 0നോട് ഇക്വേറ്റ് ചെയ്യുന്നു. ആ കിട്ടുന്ന പോയിന്റുകളിലാണ് അത് എന്തല്ലാത്തത്? ഡിഫറൻഷ്യബിൾ അല്ലാത്തത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, താങ്ക് യു.